ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅലം, നീ മനസ്സിലാക്കിക്കോ. വഅലം വഅലം നീ മനസ്സിലാക്കിക്കോ. അന്നന്നാസ, തീർച്ചയായും ജനങ്ങൾ, ഫീ ത്വലബിൽ ഇൽമി, ഇൽമ് തേടുന്നതിൽ, അലാ സലാസത്തി അഹ്വാലി, മൂന്ന് അവസ്ഥകൾക്ക് മേലിലാകുന്നു. മൂന്ന് അവസ്ഥകൾക്ക് മേലിലാകുന്നു എന്ന് പറഞ്ഞാൽ മൂന്ന് തരക്കാരാണ്. ഇൽമ് തേടുന്ന ആളുകൾ എത്ര തരക്കാരാ? മൂന്ന് വിഭാഗം, മൂന്ന് തരക്കാരാണ്. റജുലുൻ, ഒരാൾ, ത്വലബൽ ഇൽമ, അയാൾ ഇൽമ് തേടുന്നു. ത്വലബൽ ഇൽമ, അയാള് ഇൽമിനെ തേടുന്നു. എന്തിനു വേണ്ടി? യത്തഖിദഹു, ആ ഇൽമിനെ അയാൾ ആക്കാൻ വേണ്ടി. സാദഹു, അയാളുടെ പാഥേയം, അയാളുടെ ഭക്ഷണമാക്കാൻ വേണ്ടി. ഇലൽ മഅദി, ആഖിറത്തിലേക്കുള്ള ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട്. ആഖിറത്തിലേക്കുള്ള ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് അവിടെ രക്ഷപ്പെടണം. ഉടപ്പിതുകൊണ്ടല്ലേ കാര്യമുള്ളൂ. അപ്പൊ ആഖിറത്തിലേക്കുള്ള ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് അയാള് ഇൽമിനെ തേടുന്നു. വലം യഖ്സിദ്, അയാൾ ഉദ്ദേശിച്ചിട്ടില്ല, ബിഹി, ആ അറിവ് തേടൽ കൊണ്ട്, ഇല്ലാ വജ്ഹല്ലാഹി, അള്ളാഹുവിന്റെ തൃപ്തിയെ അല്ലാതെ, വദ്ദാറൽ ആഖിറ, ആഖിറ ലോകത്തെയും അല്ലാതെ. ആഖിറത്തിലെ ആ സ്വർഗം ഉണ്ടല്ലോ, വദ്ദാറൽ ആഖിറ, പരലോകം, അതുമല്ലാതെ അയാൾ എന്ത് ചെയ്തിട്ടില്ല, ലക്ഷ്യം വെച്ചിട്ടില്ല. ഫഹാദ, അപ്പോൾ ഇയാളാകുന്നത് മിനൽ ഫായിസീന, വിജയികളിൽ പെട്ട ആളാകും. മൂന്നാളുകളിൽ ഒരാൾ ആരാണ്? അയാൾ ഇൽമിനെ തേടുന്നത് ആ ഇൽമിനെ തന്റെ പരലോകത്തേക്കുള്ള ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇതേ ഉപകരിക്കുള്ളൂ അല്ലേ? അവിടെ ഉപകരിക്കണ ഭക്ഷണം അതല്ലേ? അതിനു വേണ്ടിയിട്ട് അയാൾ ഈ അറിവ് തേടുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തമല്ല, തൃപ്തിയല്ലാതെ, അതുപോലെ തന്നെ ആഖിറമാകുന്ന ആ വീടല്ലാതെ ഒന്നും അയാൾ ലക്ഷ്യം വെക്കുന്നില്ല. എന്നാൽ അയാൾ ആരിൽപ്പെട്ട ആളാണ്? വിജയികളിൽപ്പെട്ട. വറജുലുൻ, മറ്റൊരാൾ, രണ്ടാമതൊരാളുണ്ട്. അതായത് ഇൽമ തേടുന്നത് കൊണ്ടേ ആഖിറം ലക്ഷ്യം വെക്കണം. ഇന്നിപ്പോ ആർക്കാതുള്ളത്? ഇന്ന് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമാണ്, ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യം. അതല്ലാതെ ആരാപ്പവിടെ ആഖിറത്തിന് വേണ്ടി പഠിക്കുന്നത്? അലാമത്തു ആലിമിൽ ആഖിറ, ഷറഹിൽ പറയുന്നു, ആഖിറത്തിന്റെ ആലിമ്, ഉഖ്റവിയായ ഉലമാഇന്റെ അടയാളങ്ങൾ മൂന്നെണ്ണം. ഒന്ന്, ഇൽമ കൊണ്ട് ദുനിയാവ് തേടാതിരിക്കുക. അതുപോലെ തന്നെ ഇൽമ് പഠിക്കൽ കൊണ്ടുള്ള ജോലിയാകൽ കൊണ്ടവന്റെ ഉദ്ദേശ്യം ആഖിറത്തിൽ വിജയെത്തിക്കലാകുക. അതുപോലെ തന്നെ ഇൽമിലുള്ള അവന്റെ അവലംബം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നതിന്റെ മേലിലാകുക. ഇനി ഒരാള് ദുനിയാവ് ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ തെളിവെന്താ? നിങ്ങൾക്ക് ദുനിയാവൊന്നും ആഗ്രഹമില്ല എന്ന് ഒരാൾ തന്നെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അലാമത്തു അദമി ത്വലബി ദുനിയ, ദുനിയാവ് തേടാതിരിക്കുക, അതിന്റെ അടയാളം, അയ്യക്കൂന അവ്വല ആമിലിൻ ബിൽ അംരി വ മുജ്തനിബിൽ നഹി, കൽപ്പിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ആദ്യം ചെയ്യുന്ന ആൾ ഇവനാവണം. വിരോധിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ആ കാര്യങ്ങൾ ആദ്യമായി വെടിയുന്ന ആൾ ഇവനാവണം. മനസ്സിലായോ? അയാളെങ്ങനെ പറയാ, സുന്നത്കരിക്കണം, ഖുർആൻ ഓതണം, എന്നിട്ട് ആ വക പരിപാടി നമ്മക്കുണ്ടോ? ഇല്ല, അത് പറ്റൂല. അതുപോലെ അങ്ങോട്ട് നോക്കരുത്, അന്യ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, അതുപോലെ അത് കാണാൻ പാടില്ല, ഇത് കാണാൻ പാടില്ല എന്ന് പറയാ, എന്നിട്ട് ഓളെ നോക്കും ചെയ്യാ. മനസ്സിലായോ? ഒന്നും പറ്റൂല, അതൊന്നും പറ്റൂല. ഇന്നിപ്പോ അതൊക്കെയല്ലേ ലോകം. ഇന്നത്തെ ലോകം ഇപ്പൊ അതൊക്കെയാണ്. എന്ത്? ഇന്നിപ്പോ അന്യര് എന്നുള്ള സംഗതികളൊന്നുമില്ല അല്ലേ? ഇന്നിപ്പോ അന്യരൊന്നുമില്ല. എളാപ്പാടെ മക്കളും അമ്മായിയുടെ മക്കളും മൂത്താപ്പാടെ മക്കളൊക്കെ നമുക്ക് സ്വന്തം. ബാക്കിയുള്ളവരെ പിന്നെ പറയണ്ട. അതൊന്നും പറ്റൂലല്ലോ. ഉപ്പാടെ ജ്യേഷ്ഠന്റെ അനിയന്റെ പെൺമക്കളാണെങ്കിലും നമുക്ക് അന്യരല്ലേ. അവരെ കാണാനും തൊടാനൊന്നും പറ്റൂല. മനസ്സിലായോ? അതുപോലെ ഉമ്മയുടെ ആങ്ങളുടെ മക്കള് ഒക്കെ നമുക്ക് അന്യരാണ്. അവരെ നമുക്ക് കല്യാണം കഴിക്കാലോ. അപ്പൊ അവരെ തൊട്ട മുറിയും, അവരെ നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല. പക്ഷെ ഇപ്പൊ അതോടൊപ്പം നടക്കുന്നത് അല്ല. ഇപ്പോ അമ്മായിയുടെ മക്കളെ ഓളെ കെട്ടിച്ചു കൊടുത്ത് കൊണ്ടാക്കി കൊടുക്കാൻ ആരാ? അപ്പൊ നമ്മളാ വണ്ടിയേറ്റ് പോവാ.
ലോകക്കാകെ കോലം മാറിയിട്ട്. ഇപ്പൊ സ്കൂളിലത്തെ കഥ പറയും വേണ്ട, കോളേജിലെ കഥ തീരും പറയണ്ട. ട്രെയിനിൽ പോണ ആൾക്കാർ സ്ഥിരം കാണണതല്ലേ. എന്താ കഥ, അള്ളാഹു കാക്കട്ടെ. അവസാന കാലമായാൽ ദീനനുസരിച്ച് ജീവിക്കൽ കൈവെള്ളയിൽ തീക്കട്ട പിടിക്കും പോലെ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. സർവ ഹറാമുകളും മുഅക്കദായ സുന്നത്ത് പോലെ അല്ലെങ്കിൽ വാജിബ് പോലൊക്കെ ആയ കാലമാണ്. ഇതൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പിടിച്ചു കൊടുക്കും. വെള്ളാപ്പാട് മകളെ നോക്കാൻ പാടില്ല എന്ന് പോള അമിക്കാറിന് നമ്മൾ പിടിച്ചു കൊടുക്കും. മനസ്സിലായോ? അങ്ങനെയാണ് നിയമം. അങ്ങനെ ജീവിച്ചപ്പോൾ ഓനക്ക് വട്ടണേറി നമ്മൾ. വറജുലുൻ, മറ്റൊരാൾ. അപ്പൊ ഒന്നാമത്തെ അടയാളം അതാട്ട. പിന്നെ ബാക്കി ഞാൻ വായിക്കണ സമയമില്ല. വറജുലുൻ, മറ്റൊരാൾ. ത്വലബഹു, അവൻ ആ ഇൽമിനെ തേടി. എന്തിനു വേണ്ടി? എന്താ ഫറഹ മുസ്ലിയാരിച്ചിരിക്കണത്? വറജുലുൻ, ഒരാൾ. ത്വലബഹു, അവൻ ആ ഇൽമിനെ. ആലിമീങ്ങളൊന്നും തീരും പാടില്ല. നമുക്ക് ഹറാമ് ചെയ്യാന്നുള്ളതല്ല, ഹറാമ് ചിന്തിക്കാൻ പോലും പറ്റൂല. മനസ്സിലായോ? സ്കൂളിൽ പോണ്ട, സ്കൂളിൽ പോയ കാണുന്ന വെച്ച് നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട. പെണ്ണുങ്ങൾ നോക്കിയിരിക്കാൻ പോണോ? നോക്കണ്ട. ഞാൻ നോക്കലില്ല. ഞാനൊരു ഡോക്ടറെ അടുത്ത് എവിടെ പോയാലും ഞാനൊരാളെ നോക്കുന്നില്ല. വർത്താനൊക്കെ അല്പം പറയും, എന്തൊരു പറയേണ്ട വർത്താനങ്ങളൊക്കെ നോക്കൂല. ഒരാൾ ത്വലബഹു, ആ ഇൽമിനെ അയാൾ തേടുന്നു. ലിയസ്തഈന ബിഹി, അതുകൊണ്ട് അവൻ സഹായം തേടാൻ വേണ്ടിയിട്ട്. അലാ ഹയാത്തിഹിൽ ആജിലത്തി, അവന്റെ ഈ ആജിലായ എന്ന് പറഞ്ഞാൽ ഉളരി വരുന്ന എന്നർത്ഥം. അതായത് ദുന്യവിയായ ജീവിതം, അതല്ലേ ഇപ്പൊ ഉളരി വന്ന ജീവിതം. വൈകി വരുന്ന ജീവിതം ആഖിറല്ലേ. അപ്പൊ അലാ ഹയാത്തിഹി, അവന്റെ ജീവിതത്തിന്റെ പേരിൽ സഹായം തേടാൻ വേണ്ടിയിട്ട്. അൽ ആജിലത്തി, ഉളരിയതായ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ജീവിതം. വയനാല ബിഹി, അതുകൊണ്ട് അവൻ എത്തിക്കാൻ വേണ്ടിയും. അൽ ഇസ്സ, പ്രതാപിയാകണം. വൽ ജാഹ, സ്ഥാനമാനങ്ങളെയും. വൽ മാല, സമ്പത്തിനെയും. ഞാൻ ആലിമാണ് പറഞ്ഞാൽ ഒരു അഭിമാനം അല്ലേ? മൂല്യന്മാരൊരു അഭിമാനം. അതുപോലെ കുറച്ചൊരു സ്ഥാനം മാലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പട്ടിയുടെ വില ഇല്ലാതായിരിക്കുന്ന മൂല്യന്മാർക്ക് വില ഇല്ലാതാക്കിയത് പോലെ മൂല്യന്മാരുടെയാണ്. പിന്നെ ഇപ്പം ആൾക്കാർക്ക് മൂല്യന്മാരെ വില അറിയില്ല. ഇൽമിനോളം ഷറഫുള്ള സംഗതി ദുനിയാവിലെല്ലാം ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ ആൾക്കാർക്ക് ഇപ്പൊ സമ്പത്തില്ല, അതില്ലാതെ പറഞ്ഞ ആൾക്കാർ അതിൻ്റെ ഒപ്പില്ല. അതല്ലല്ലോ ഇൽമ പറഞ്ഞാൽ, അത് വിവരമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ റജുലുൻ, ഒരാൾ. ത്വലബഹു, അവൻ അറിവിനെ തേടുന്നു. ലിയസ്തഈന ബിഹി, അതുകൊണ്ട് ആ അറിവ് കൊണ്ട് അവൻ സഹായം തേടാൻ വേണ്ടിയിട്ട്. അലാ ഹയാത്തിഹിൽ ആജിലത്തി, അവന്റെ ഉളരി വരുന്നതായ സന്നിഹിതമായ ഹാജറായ ഈ ജീവിതത്തിന്റെ മേലിൽ. വയനാല ബിഹി, അതുകൊണ്ട് അവൻ എത്തിക്കാൻ വേണ്ടിയും. അൽ ഇസ്സ, പ്രതാപത്തെ. അൽ ഇസ്സ, ശക്തിയെ ബഹുമാനത്തേതൊക്കെ അർത്ഥം. വൽ ജാഹ, ജാഹ് പറഞ്ഞ സ്ഥാനങ്ങൾ, സ്ഥാനമാനം. വൽ മാല, സമ്പത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട്. വഹുവ, ഏതവസ്ഥയിൽ? അവനാകുന്നത് ആലിമും ബിദാലിക, അത് അറിയുന്നവനാണ്. അവനക്കറിയാം എന്റെ ഉദ്ദേശം ഇതൊക്കെയാണ്, ഞാൻ ഇൽമു പഠിക്കൽ കൊണ്ട്. അങ്ങനെ വല്ല ഉദ്ദേശം ഒരിക്കലും വരാൻ പാടില്ല. വേഗം ഇസ്തിഗ്ഫാർ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മനസ്സിലായോ? അങ്ങനെ വല്ല പെണ്ണുങ്ങളിൽ നോക്കിപ്പോയാൽ വേഗം കണ്ണു ഇമ്മളന്ന് ആദ്യം പറഞ്ഞു കൊടുത്തുക. ഇവിടെ അല്ല. രണ്ടാമത് നോക്കാൻ പാടില്ല. വെറുതെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയാൽ അവിടെ ഒരു പെണ്ണ് പോകും, വേഗം കണ്ണ് താഴ്ത്തി നോക്കാൻ പാടില്ല. വഹുവ, അവനാകുന്നത് ആലിമും ബിദാലിക, അതുകൊണ്ട് അറിയുന്നവനാണ്. അവന്റെ ലക്ഷ്യം കൊണ്ട് അറിയുന്നവനാണ്. മുസ്തശ്ഇറുൻ ഫീ ഖൽബിഹി, അവന്റെ ഖൽബിൽ ഒളിപ്പിച്ചു വെക്കുന്നവനാണ്. റകാകത ഹാലിഹി, തന്റെ അവസ്ഥയുടെ ബലഹീനതയെ. ദുഅഫ ഖൽബിഹി, തന്റെ മനസ്സിന്റെ ബലഹീനതയെ ഒളിപ്പിച്ചു വെക്കുന്നവനാണ്. ഓൻക്കറിയാം, ഞാൻ ഇപ്പോ ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ട് നടന്നാലും എൻ്റെ ഉദ്ദേശം ഇപ്പോൾ അള്ളാഹുടെ വജ്ഹൊന്നുമല്ല. കുറച്ച് കാശുണ്ടാക്കണം. അങ്ങനെ എത്ര ആൾക്കാർ നടക്കുന്നുണ്ട്. നേരം പോലെ ഓതി പഠിച്ചിട്ടില്ല. ഒരാളെന്തെങ്കിലും ചോദിച്ചാൽ പറയാനും അറിയില്ല. എന്താന്ന് സ്വന്തം ചെയ്യേണ്ടത് തന്നെ ഓനക്കറിയില്ല. വെറുതെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരില്ലേ. പിന്നെ എന്തോ അവനക്കറിയാം. അവന്റെ ഉദ്ദേശ്യത്തിന്റെ നിന്ദ്യതയെ, എളിമത്തരത്തെ. അവന്റെ ഉദ്ദേശ്യം, അവന്റെ ലക്ഷ്യം വളരെ താഴ്ന്നതാണ് എന്നും അവനക്കറിയാം.
ധനാത്ത് പറഞ്ഞ ഹിസ്സത്ത് പറഞ്ഞ ധനാത്ത്, താഴ്ന്നത്, നീചത എന്നൊക്കെ പറയുന്നത്, നീചമാകുക. അപ്പൊ അവന്റെ ലക്ഷ്യം വളരെ മോശമാണെന്നൊക്കെ അവനക്ക് അറിയാം. ഫഹാദ, അപ്പോൾ ഇവനാകുന്നത് മിനൽ മുഖാത്തിരീന, ആരിൽപ്പെട്ടവനാണ്? മുഖാത്തുരീങ്ങളിൽപ്പെട്ടതാ. മുഖാത്തുരി പറഞ്ഞ ആരാ? സ്വന്തം തടിയെ കൊണ്ടുപോയി അപകടത്തിൽ ചാടിക്കുന്ന ആൾക്കാണ് മൈ യർമീ നഫ്സഹു ഇലൽ മഹാലിക്. സ്വന്തം തടിയെ കൊണ്ടുപോയിട്ട് കുണ്ടിൽ ചാടിക്കുന്ന, അപകടത്തിൽ ചാടിക്കുന്ന ആൾക്കാണ് മുഖാത്തുർ അറിയാം. അപ്പൊ ഫഹാദ, അപ്പോൾ ഇവനാകുന്നത്, ഈ രണ്ടാം കക്ഷി, മിനൽ മുഖാത്തുരീന, സ്വന്തം തടിയെ അപകടത്തിൽ ചാടിക്കുന്നവനാകുന്നു. മനസ്സിലായോ? അയ്യൽ മുഖദ്ദിബിൻ അൻഫുസഹും അലാ, അതിലങ്ങനെ കൊടുത്തത്, ഹലാക്കിന് മേൽ സ്വന്തം തടിയെ അടുപ്പിക്കുന്ന ആള് കേട്ടോ. ഇതൊക്കെ നാശല്ലേ. അത് കാക്കട്ടെ. ഇൽമ കൊണ്ട് എപ്പോഴും നമ്മളെ ലക്ഷ്യം ആഖിറയിക്കണം. ആഖിറത്തിൽ അള്ളാഹിന്റെ അടുത്ത് നിറഞ്ഞിട്ടണം. ഇപ്പൊക്കെ നടക്കുമെന്നാണ് അല്ലേ? നേരം പോലെ ജീവിച്ചാൽ നടക്കും. നമുക്ക് മൂല്യന്മാരൊക്കെ ദുന്യാവിന്റെ ആൾക്കാരായിപ്പോയി. ഉഖ്റവിയായ ആഖിറം ലക്ഷ്യം വെക്കുന്ന പണ്ഡിതന്മാർക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിലൊന്നെന്താ? ജമാഅത്ത് നിസ്സാരായി കാണൂല, കൃത്യമായി ജമാഅത്തിന് സംബന്ധിക്കും. തോന്നിയ പോലെ വടിയും കുന്തൊക്കെ എടുത്ത് അടിച്ചാട്ടി അറക്കണം ജമാഅത്തിന് ചില ആൾക്കാരെ. ഇവിടെ അല്ല. അപ്പൊ ജമാഅത്തിന് മുങ്ങുക, നാട്ടിൽ പോയ ജമാഅത്തില്ല. പിന്നെന്താണ്? റവാത്തിബ് സുന്നത്കാരം കൃത്യമായി നിർവഹിക്കുക. അതൊക്കെ ഉഖ്റവിയായ ഉലമാഇന്റെ അടയാളങ്ങളാണ്. കാപ്പ് കെട്ടിയ റവാത്തിബ് മിസ്സാക്കുക. ഫഹാദ, അപ്പോൾ ഇവനാകുന്നത് മിനൽ മുഖാത്തിരീന, അതിൽപ്പെട്ട ആളാ, സ്വന്തം തടിയെ അപകടത്തിൽ ചാടിക്കുന്ന ആളുകളിൽപ്പെട്ട ആളാണ്. ഫഇൻ ആജലഹു, അപ്പോൾ അവനക്ക് ഉളരി വന്നാൽ, ഫൈൻ ആജലഹു, അപ്പോൾ അവനക്ക് ഉളരി വന്നാൽ, സാവകാശമില്ലാതെ പൊടുന്നനെ വന്നാൽ, അജലുഹു, അവന്റെ അവധി, മരിക്കണ സമയം, അവധി, ഖബ്ല തൗബത്തി, തൗബന്റെ മുമ്പ്, ഖൈഫ അലൈഹി, അവന്റെ മേൽ പേടിക്കപ്പെടണം, മിൻ സുഇൽ ഖാതിമത്തി, അന്ത്യം മോശമാകലിനെ പേടിക്കപ്പെടണം, മഅദല്ലാഹ്, അന്ത്യം മോശമാകലിനെ പേടിക്കപ്പെടണം. മനസ്സിലായോ? വബഖിയ അംറുഹു, അവന്റെ കാര്യം ശേഷിക്കപ്പെടും, അവന്റെ കാര്യം ബാക്കിയാകും, ഫീ ഖത്റിൽ മശീഅത്തി, അല്ലാഹുവിന്റെ മശീഅത്താകുന്ന അപകടത്തിൽ, മശീഅത്തിന്റെ അപകടത്തിൽ. അള്ളാഹുവിന്റെ നിശ്ചയം ഉണ്ടല്ലോ, അള്ളാഹു ഉദ്ദേശിച്ച അവർക്ക് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ പുറത്തു കൊടുക്കൂല എന്നുള്ളത്, അതൊരു അപകടം തന്നെയല്ലേ. അതിൽ അവന്റെ കാര്യം ബാക്കിയാവും. വഇൻ ഉഫിഖ, അവനക്ക് തൗഫീഖ് നൽകപ്പെട്ടാൽ, ലിത്തൗബത്തി, തൗബ ചെയ്യാൻ, ഖബ്ല ഹുലൂലിൽ അജലി, അവധി എത്തുന്നതിന്റെ മുമ്പ്, വഅളാഫ, അവൻ കൂട്ടുകയും ചെയ്താൽ, ഇലൽ ഇൽമി, അറിവിലേക്ക്, അൽ അമല, കർമ്മത്തെ, കുറെ പഠിച്ചിട്ടൊരു കാര്യമില്ലല്ലോ, കർമ്മത്തെ കൂട്ടുകയും ചെയ്താൽ, വതദാറക, അവൻ വീണ്ടെടുക്കുകയും ചെയ്താൽ, മാ, ഒന്നിനെ, ഫറത്ത ഫീഹി, അവൻ അതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു, മിനൽ ഖലലി, ഖലലുകളാൽ സംഭവിച്ച സംഗതികളൊക്കെ അവൻ വീണ്ടെടുക്കുകയും ചെയ്താൽ, ഇൽതഹഖ, അവൻ ചേരും, ബിൽ ഫായിസിന, വിജയികളോട് ചേരും. മനസ്സിലായോ? അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാൽ തൗബയിൽ വേഗം റെഡിയാക്കുക. പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ കാണുന്ന റബീഉൽ മുസ്ലിയാരൊക്കെ നാട്ടിൽ പോയ, ഫറഹ മുസ്ലിയാരൊക്കെ നാട്ടിൽ പോയ ഉമ്മി വാപ്പിയൊക്കെ ഇങ്ങനെ അജബാവും, എന്താ ആകെ ഒരു മാറ്റം. ആ സുബഹിന്റെ മുമ്പൊക്കെ അങ്ങനെ എഴുന്നേറ്റ് ഖുർആനൊക്കെ അങ്ങനെ ഓതി ഇങ്ങനെ കണ്ടാൽ, നസീറാത്തൊക്കെ ഇങ്ങനെ ആയി, എന്താ പഠിച്ചോനെ. ഹൗസിത്താത്തിയും പറയും, എന്താ ഉഷാറായിക്കൊള്ളു. റസിയാത്തിയും പറയും, റസിയാത്തിന്റെ കഴിഞ്ഞോലേ പറയട്ടോ, കിടന്നവർക്കല്ലേ വരെ പോയിട്ട്. ജീവിതത്തിൽ ചെറുപ്പത്തിലെ ചിട്ടകൾ ഉണ്ടാവണം. മനസ്സിലായോ? ദുനിയാവ് കുറച്ചല്ലേ ഉള്ളൂ, എപ്പോഴും മരിക്കാം. ദുനിയാവിൽ കുറെ തോറ്റില്ലേ, ആഖിറത്തിൽ തോൽക്കാൻ പാടില്ല. ഇജ്ജ് ആഗ്രഹിച്ചതൊക്കെ ദുനിയാവിൽ എനിക്ക് കിട്ടിയോ? ഇജ്ജ് എന്തൊക്കെയാ ആഗ്രഹിച്ച്? എന്തൊക്കെ ആഗ്രഹിച്ചു? നീ എന്തൊക്കെ ആഗ്രഹിച്ച്? കുറെ ആഗ്രഹിച്ചില്ലേ? ആകെ കിട്ടിയോ? നല്ലതോ ചെയ്തോ? ഇല്ലോ. അപ്പൊ ദുനിയാവിൽ ഈ ആഗ്രഹങ്ങളൊക്കെ മിസ്സായിപ്പോയി എന്ന് പറഞ്ഞാൽ ദുനിയാവ് കുറെ തോറ്റു എന്നർത്ഥം. ആഖിറത്തിൽ തോൽക്കാതിരിക്കാൻ ശ്രമിക്കണം. ആഖിറത്തിലും തോറ്റാൻ കഴിഞ്ഞില്ലേ കഥ.
ആഖിറാണ് ജയിക്കേണ്ട ലോകം. ദുനിയാവും ആഖിറും ജയിക്കുകയാണ് വേണ്ടത്. ഈ ദുനിയാവിൽ തോറ്റോട്ടെ, ആഖിറത്തിന് തോൽക്കാൻ പാടില്ല. അവിടെ നമുക്ക് ഈ ഭക്ഷണവും ചായയും വെള്ളമൊക്കെ തന്ന ആൾക്കാരൊക്കെ വരൂലേ, ഓല മുന്നിൽ നമ്മൾ തലയിൽ മുണ്ടിട്ട് പോണ്ടിയെന്ന് എന്താ അവസ്ഥ? ഇതാ ഇയാളെ അവസ്ഥ എന്ന് ആൾക്കാർ എത്തിക്കും. رجل به يؤتى غدا يلقى به في النار تخرج منه أمعاء زلا وبها يدور كما يدور حمارنا برحاه تطحن كالحصيد تذللا. പറഞ്ഞതനുസരിച്ച് അമരി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അപ്പൊ അവൻ വിജയികളോട് ചേരും. കാരണം തൗബ ചെയ്തവൻ മിനദ്ദംബി, ദോഷത്തിൽ നിന്നും തൗബ ചെയ്തവൻ കമൻ ലാ ദംബല, അവൻക്കൊരു ദോഷവും ഇല്ലാത്തവനെ പോലെയാണ്. കമൻ ഒരുത്തനെ പോലെയാകുന്നു, ലാ ദംബലഹു, അവൻക്ക് ദോഷമില്ല. മനസ്സിലായോ? ദോഷം സംഭവിച്ച വേഗം തൗബ ചെയ്യാം. പിന്നെ അവൻ ആ ദോഷം പറഞ്ഞ് കളിയാക്കാൻ പാടില്ല. അവനെ തൗബ ചെയ്തു പോയി. കളിയാക്കിയവന് മരിക്കണ മുമ്പ് ആ ദോഷം ചെയ്യും ചെയ്യും.